ചേട്ടാ ശരിക്കും എന്തായാലും സംഭവം സംഭവം എന്ന് പറഞ്ഞാൽ അച്ഛൻ വൈകുന്നേരം ചോറൊക്കെ കഴിച്ചിട്ട് പ്രഷറിൻ്റെ ഷുഗറിൻ്റെയും ഗുളിയൊക്കെ കഴിച്ചിട്ട് അച്ഛൻ നമ്മളെടുത്തെന്ന് പറഞ്ഞ് നമ്മൾ സമാധിയാകാൻ പോവുക. അപ്പം നമുക്ക് തന്നെ കാര്യം മനസ്സിലായി. അപ്പം തന്നെ നമ്മൾ ഈ ഇന്ത്യയിലെ ശ്രേഷ്ഠയുടെ യോഗാചര്യന്മാരായ പാനിപ്പൂരി, ബേൽപൂരി, മസാലപ്പൂരി അങ്ങനത്തെ ആൾക്കാരെല്ലാം പറഞ്ഞ ക്രിയകളൊക്കെ അപ്പം തന്നെ നമ്മൾ ചെയ്ത് അങ്ങനെ ചെയ്ത് അച്ഛനെ ഉണർത്തി ഞങ്ങളങ്ങ് ഉറക്കി. അച്ഛനെ ഉറക്കിയിട്ട് അച്ഛനെ ഇച്ചിരി സമാധിയുടെ ബാക്കി ഉണ്ടായിരുന്നു. ആ ബാക്കി ഉള്ള സമാധി ഞങ്ങൾ കുറച്ച് കുമ്പം കൂടെ കൊടുത്തു. കുമ്പം കൂടെ കൊടുത്ത അച്ഛൻ ശരിക്കും സമാധിയായി കഴിഞ്ഞപ്പോൾ ആ മുഖത്തെ ചൈതന്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണണ്ടായിരുന്നു. ആ ചൈതന്യം, ആ പ്രസരിപ്പും ഒരു സമാധിയാകുന്ന ആൾക്കാരുടെ ഒരു അപ്പം നമുക്ക് മനസ്സിലായി അതിൻ്റെ ഒരു ഫലം കിട്ടി തുടങ്ങിയെന്ന് മനസ്സിലായി. ആ ചൈതന്യമാക്കി നാട്ടുകാർക്ക് മനസ്സിലാവുന്നു. ഇവർ പറയുന്നത് നമ്മൾ അച്ഛനെ തല്ലിക്കൊന്ന് പാട്ടയ്ക്കകത്ത് കയറ്റി കോൺക്രീറ്റ് ഇട്ട് മൂടി എന്നൊക്കെ അച്ഛനൊക്കെ നാട്ടുകാർ പറഞ്ഞു. അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും മനസ്സിലായി. ശിവ എന്താ ചെയ്യുന്നത്? അവർ പറയുന്നല്ലോ ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്. അച്ഛൻ ആദ്യം ഇടുന്ന പ്രഷറിൻ്റെത്, രണ്ടാമത് ഇടുന്ന ഷുഗറിൻ്റെ ഗുളിക കേട്ടോ. എന്താ കാണിച്ചത്? എന്താണ് അച്ഛന് പ്രഷറിൻ്റെ ഇച്ചിരി സമാധി എല്ലാം ബാക്കിയുണ്ടെങ്കിൽ പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും ഗുളിയൊക്കെ ഇട്ട് കൊടുത്തു. വെള്ളം കൊടുക്കണ്ടേ? എന്താ നിങ്ങൾ പറയുന്നത്? ഈ സമാധി ഇരിക്കുന്ന ആൾക്കാർ ജലപാനം കഴിക്കുമോ? ശിവ അവരോട് ക്ഷമിക്കണേ.